ഹലോ ഫ്രണ്ട്സ്, നിങ്ങളുടെ ലാപ്ടോപ്പ് സ്ലോ ആണോ? ആപ്പ് എപ്പോഴും ഓപ്പൺ ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ടോ? സ്റ്റോറേജ് എപ്പോഴും ഫുള്ളായി പോകുന്നുണ്ടോ? എന്നാൽ ഇതെല്ലാം കോമൺ പ്രോബ്ലം ആണ്. എന്നാൽ ഇതിൻ്റെ സൊല്യൂഷൻസ് വളരെ സിമ്പിളാണ്. റാം SSD അപ്ഗ്രേഡ് ചെയ്യുക. ഈ വീഡിയോയിൽ ഞാൻ അതിൻ്റെ ഫുൾ ഗൈഡ് തരാം. അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പാർട്ട് 1 പറയാൻ പോകുന്നത് നമ്മുടെ ലാപ്ടോപ്പിലുള്ള ഹാർഡ് ഡിസ്ക് റിമൂവ് ചെയ്തിട്ട് അതെങ്ങനെയാണ് SSDയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇപ്പോൾ 2 ടൈപ്പ് SSD ആണുള്ളത്. ഒന്ന് SATA SSD, 2 NVMe SSD. നിങ്ങളുടെ ലാപ്ടോപ്പ് പഴയ മോഡൽ ലാപ്ടോപ്പ് ആണെങ്കിൽ അതിൽ സപ്പോർട്ടാവുന്നത് SATA SSD ആയിരിക്കും. ഇനി അതുപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പ് ഏകദേശം ഒരു പുതിയ മോഡലൊക്കെ ആണെങ്കിൽ അതിൽ NVMe SSD ആയിരിക്കും ഏറ്റവും ബെറ്റർ. ഇനി അതേപോലെ തന്നെ നിങ്ങൾ സ്റ്റോറേജിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ ഗെയിമിങ് അതേപോലെ തന്നെ ഹൈ പെർഫോമൻസ് കാര്യങ്ങൾക്കാണ് നിങ്ങൾ ഹാർഡ് ഡിസ്ക് SSDയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 1 TB എങ്കിലും നിങ്ങൾ സ്റ്റോറേജുള്ള SSD തന്നെ തിരഞ്ഞെടുക്കുക. നിങ്ങൾ ബേസിക് ആവശ്യത്തിനാണ് നിങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏകദേശം നിങ്ങളൊരു 500 GB അല്ലെങ്കിൽ 256 GB മാപ്പറ്റില്ലെങ്കിലും നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് നമ്മൾ SSD അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഫ്രണ്ട്സ്, നമ്മൾ പാർട്ട് 2 പറയാൻ പോകുന്നത് നിങ്ങൾ ലാപ്ടോപ്പ് റാം എങ്ങനെ അപ്ഗ്രേഡ് ചെയ്യാമെന്നുള്ളതാണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഓരോ ലാപ്ടോപ്പിലും വ്യത്യസ്ത റാമുകളായിരിക്കും സപ്പോർട്ടാവുക. ഫോർ എക്സാമ്പിൾ DDR3, DDR4, R5 അങ്ങനെ ഒരുപാട് റാം ടൈപ്പുകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ ലാപ്ടോപ്പിൽ ഏതാണ് സപ്പോർട്ട് ആവുക എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി 2 വെബ്സൈറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അതേപോലെ തന്നെ നിങ്ങളുടെ ലാപ്ടോപ്പിൽ എത്രത്തോളം റാം അപ്ഗ്രേഡ് ചെയ്യാന്നുള്ളതും മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ആ വെബ്സൈറ്റിൽ കയറി നോക്കിയാൽ മതി. അതായത് ചില ലാപ്ടോപ്പിൽ 8 GB റാം മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാനുള്ളൂ. ചില ലാപ്ടോപ്പിൽ 16 GB, 32 GB അങ്ങനെ ഓരോ ലാപ്ടോപ്പിലും ഓരോ GB, അതായത് ഓരോ തരത്തിലുള്ള GB മാത്രമേ അപ്ഗ്രേഡ് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ ഞാൻ എൻ്റെ ഒരു സജഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ലാപ്ടോപ്പിൽ 16 GB റാമാണ് ഉള്ളതെങ്കിൽ അതേപോലെ തന്നെ ലാപ്ടോപ്പിൽ 2 സ്ലോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഓരോ സ്ലോട്ടിനും 8 GB റാം ഇട്ടിട്ട് നിങ്ങൾ ഫില്ല് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി നല്ല സ്മൂത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ റാം പർച്ചേസ് ചെയ്യുമ്പോൾ നല്ല കമ്പനിയുടെ റാം തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്ത സാംസങ് അങ്ങനെ ഒരുപാട് കമ്പനികളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിട്ട് നല്ല റാം മാത്രം നിങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ലാപ്ടോപ്പിൽ യൂസ് ചെയ്യുക. അങ്ങനെ ഒരുപാട് കാലം നിങ്ങൾക്ക് നിലനിൽക്കുകയും അതേപോലെ നല്ല ഫാസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ റാം അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ അടുത്ത സെഷനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ വീഡിയോ ആണ്. അതായത് SSD ആണോ SATA SSD ആണോ ഹാർഡ് ഡിസ്ക് ആണോ അതിൽ ഏതാണ് ബെറ്റർ എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ്. വളരെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയത് നിങ്ങൾ ചൂസ് ചെയ്യുക.
അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ നല്ല ലാപ്ടോപ്പ് എടുക്കാൻ, അതായത് പുതിയ ലാപ്ടോപ്പ് എടുക്കാൻ പ്ലാനിങ് ഉണ്ടെങ്കിൽ അതിനാവശ്യമായ എല്ലാ സെക്ഷനും അടങ്ങുന്നൊരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.